ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ടിങ്കീൻ്റെ ആനുവൽ ഡേൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ചെറിയൊരു വീഡിയോ. ടിങ്കീൻ്റെ ഡാൻസ് മുഴുവനായിട്ട് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇത് സ്കൂളിൻ്റെ 106ാമത് ആനുവൽ ഡേ ആണ്. അപ്പോൾ ഇത് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുന്നേയുള്ള സ്കൂളാണോ? അല്ലേ? ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് കേട്ടോ സ്കൂളിലേക്കുള്ള എൻട്രൻസിൽ തന്നെ കോലം നിങ്ങൾ കണ്ടല്ലോ. കോലമാണ് ഇവരുടെ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ കോലം വരച്ച് നമ്മുടെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഗേറ്റിന് മുന്നിലുള്ള കോലം എല്ലാവരും കണ്ടല്ലോ. ഞാൻ നേരെ പോയത് ടിങ്കീൻ്റെ അടുത്തേക്കാട്ടോ. മോനും അച്ഛമ്മയും കൈ പിടിച്ച് നടക്കുകയാണ്. അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ടിങ്കീൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. ടിങ്കി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സ്കൂളിലേക്ക് പോയത്. അപ്പം മേക്കപ്പൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരെ ടിങ്കിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ടിങ്കീൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. 3rd സ്റ്റാൻഡേർഡിലാണ് അവൾ പഠിക്കുന്നത്. അവർ വേറെ തന്നെ ഡാൻസാണ്. ടിങ്കി ഇതാ മൊത്തത്തിൽ റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെന്നാണ് മിസ്സുമാർ പറഞ്ഞത്. ടീച്ചർമാരൊക്കെ ഇത് കട്ടക്ക് സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ടിങ്കീൻ്റെ ഫ്രണ്ട്സും. ഇത് 1st സ്റ്റാൻഡേർഡും 2nd സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളും കൂടിയുള്ള ഡാൻസാണ് കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ടിങ്കി വീട്ടിൽ വന്ന് എന്തൊക്കെയോ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് കാണാം, പക്ഷേ ഫുള്ളായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ടിങ്കീൻ്റെ ഡാൻസ്. ഞാൻ നല്ല എക്സൈറ്റഡ് ആയിട്ടോ. കാരണം ഒന്നാമത് തമിഴ്നാട്ടിലെ ഫസ്റ്റ് പ്രോഗ്രാമാണ്. എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇത് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ടിങ്കി ഇത് നല്ല ജോളിയായിട്ടോ. ടിങ്കി ഫ്രണ്ട്സുമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു സ്റ്റേജിൽ കയറാനുള്ള പേടിയോ അങ്ങനെ ഒന്നും മുഖത്ത് കണ്ടില്ല. അവൾ ഹാപ്പിയാണ്. മോനും ഹാപ്പിയാണ്. മോൻ പിന്നെ എവിടെ ചെന്നാലും ഹാപ്പിയാണ്. കളിക്കാൻ ആരെങ്കിലും കൂടെ കിട്ടും. പിന്നെ അവൻ്റെ പിന്നാലെ ഓടലായിരുന്നു മുഴുവൻ പണി. അതുകൊണ്ട് കുറേയൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ടിങ്കി പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോയോ എന്ന്. പിന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ പരിപാടി കാണാൻ മുന്നിൽ തന്നെ ഉണ്ടാവില്ലേ എന്ന്. മോൻ പിന്നെ നല്ല കളിയാണ്. അപ്പോൾ അത് അച്ഛമ്മേൻ്റെയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ടിങ്കിക്ക് ഡ്രസ്സൊക്കെ ഇട്ടപ്പം ഭയങ്കര സന്തോഷം. അല്ലെങ്കിലും മേക്കപ്പ് ചെയ്യാന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ട്. നോർമലി നല്ലോണം മേക്കപ്പ് ചെയ്ത് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ടിങ്കീൻ്റെ ഫ്രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതാണ് കേട്ടോ ടിങ്കീൻ്റെ ക്ലാസ് റൂം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വന്നതാണ്. അവൾ മേക്കപ്പൊക്കെ ചെയ്ത റൂമിലിരിക്കണം. അപ്പം ഞാൻ സ്റ്റേജിലേക്ക് പോകുന്ന വഴി ടിങ്കീൻ്റെ ക്ലാസ് റൂം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിരിക്കുന്നത്. 1st എയിലാണ് കേട്ടോ ടിങ്കി പഠിക്കുന്നത്. ഒരു കുഞ്ഞു ക്ലാസ് റൂമാണ്. ഇതാണ് കേട്ടോ സ്റ്റേജിൽ എന്തൊക്കെയോ സ്പീച്ചും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുന്നേ നടന്ന പ്രോഗ്രാംസിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ലോണം ഇത് +2 വരെയുള്ള സ്കൂളായതുകൊണ്ട് തന്നെ നല്ല റഷാണ്. അതുകൊണ്ട് എനിക്ക് മുന്നോട്ടൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ക്യാമറയും വീഡിയോസും കാര്യങ്ങളൊക്കെ സ്കൂളുകാർ തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് മുന്നിൽ പോയി നിന്ന് വീഡിയോ എടുക്കരുതെന്ന് ഇടക്കിടക്ക് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവർക്ക് ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിലായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവരാണ് കേട്ടോ അത് ഹോസ്റ്റ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡാൻസ് ആയിരുന്നു. ടിങ്കിൻ്റെ ഫ്രണ്ട് കളിച്ചിട്ടുണ്ട് അതിൽ, തന്മയ. നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ. കുഞ്ഞു കുട്ടികളുടെ പരിപാടിയായിരുന്നു ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്നാലും അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. ആരും ഒരു കുറ്റവും പറയാത്ത രീതിയിൽ തന്നെ ഇവരുടെ സ്റ്റേജ് ഡെക്കറേഷൻ ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും അത് പക്ക, ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അല്ലെങ്കിലും സ്റ്റേജിൻ്റെ ഡെക്കറേഷനും കളർഫുള്ളായിട്ടുള്ള ഒരു ആംബിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ പെർഫോം ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. അതുപോലെ തന്നെയായിരുന്നു ഇവിടുത്തെ സ്റ്റേജ്. നല്ല അടിപൊളിയായിരുന്നു. ഓരോ ഡാൻസിന് അവർ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഓരോരോ ലോഗോസ് ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഭയങ്കര തിരക്കാണ്. അപ്പം ഓരോരോ പ്രോഗ്രാമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതാണ് കേട്ടോ ടിങ്കീൻ്റെ പ്രോഗ്രാം. എല്ലാവരും കണ്ടല്ലോ. കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ സ്റ്റേജിൻ്റെ ആ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ അതിന് മെയിൻ കാരണം. അപ്പോൾ ടിങ്കി കുറേ ഡാൻസ് കഴിഞ്ഞതിലാണ് പിന്നെ ടിങ്കി ഫോട്ടോസൊക്കെ എടുത്തത്. ഇത് ടിങ്കീൻ്റെ ക്ലാസ് ടീച്ചറാണ്, ലളിത മിസ്സ് ഇംഗ്ലീഷാണ് എടുക്കുന്നത്. ഇത് ജസീമ മിസ്സ് EVS ആണ് എടുക്കുന്നത്. മിസ്സാണ് ഡാൻസ് പ്രോഗ്രാമിൻ്റെ കൂടുതലായിട്ടും ഡാൻസ് പഠിപ്പിക്കാനൊക്കെ കൂടെ നിന്നിട്ടുള്ളത്.
അപ്പോൾ ഡാൻസൊക്കെ കഴിഞ്ഞ് അവർ നല്ല ഹാപ്പി ആയിരുന്നു. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ. പേരൻസിനോടാണെങ്കിലും അവർ നമ്മൾക്ക് ഒരു റിസ്ക്കും അവർ തരുന്നില്ല. എല്ലാം അവർ തന്നെയാണ് ചെയ്തതും ഒക്കെ അവർ തന്നെയാണ്. നമ്മൾ ക്യാഷ് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. മൊത്തം അവർ തന്നെയാണ് നോക്കിയത്. പിന്നെ ഇതാ ഡാൻസ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റേജിൽ. ഞാൻ കുറേയൊക്കെ സ്റ്റേജിൻ്റെ മുന്നിൽ പോയിട്ടല്ല എടുത്തത്, കൂടുതലും ഞാൻ അവിടുത്തെ സ്ക്രീനിലാണ് എടുത്തത്. നല്ല ചൂടായതുകൊണ്ട് തന്നെ ടിങ്കി വേഗം തന്നെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഒക്കെ അഴിച്ചു മാറ്റി. നല്ല ചൂടാണ്, ഒരു രക്ഷയുമില്ല. സ്റ്റേജിൽ പ്രോഗ്രാം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പോവാണ് കേട്ടോ. മോനൊന്നും സമ്മതിക്കുന്നില്ല, കാണാനും സമ്മതിക്കുന്നില്ല. അവൻ വെറുതെ അലമ്പാക്കാണ് ഇവിടെ കിടന്നിട്ട് കച്ചറ കളിക്കാം. അപ്പം ഇതാണ് ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ലൈറ്റിനാണെന്ന് തോന്നുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. നല്ല ഹരം ഉണ്ടായിരുന്നു രാത്രിയായപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. കൂടുതൽ നേരം ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ മോൻ അലമ്പാക്കി. അപ്പം ഞങ്ങളിതാ പോകുന്ന വഴിക്ക് ഞാനൊന്ന് ഗ്രൗണ്ടിൻ്റെ ഒരു വ്യൂ എടുത്ത് കാണിച്ചു തന്നാ കേട്ടോ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.